ഇതാണ് ഈ സ്ഫോടക വസ്തു ആ മേഖലയിൽ സ്ഥിരമാണ്. ഇലക്ഷൻ്റെ തൊട്ട് മുമ്പല്ലേ ഒരു സ്ഫോടക വസ്തു നിർമ്മാണ കമ്പനി പൊട്ടിത്തെറിച്ചത്? എത്ര ആളുകൾ മരിച്ചു? വടകര മണ്ഡലത്തിൽ മരിച്ചില്ലേ? മരിച്ചു, ഒരുപാട് പേർക്ക് പരിക്കേറ്റു. അതിൻ്റെ അന്വേഷണം എവിടെ എത്തി? മരിച്ചവരോട് കൂടി അത് കഴിഞ്ഞോ? അതിനാരാണ് പ്രേരിപ്പിച്ചത്? അതിലാരാണ് ഗൂഢാലോചന ചെയ്തത്? ഈ ബോംബ് നിർമ്മാണ ഫാക്ടറി ആരുടെ സ്പോൺസർഷിപ്പിലാണ്? അതിൻ്റെ നേതൃത്വത്തെ കണ്ടെത്തിയാലല്ലേ ഇത് സ്ഥായിയായി അവസാനിപ്പിക്കാൻ പറ്റൂ. അത്തരമൊരു ബോധം ഗവൺമെൻറ് ഉണ്ടാകണ്ടേ? അതുപോലെ ഒരു ബോംബ് ഇപ്പോൾ പെട്ടു, ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പെട്ടുന്നു. ഇതുപോലെ ബോംബ് പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ മൻസൂറിനെ കൊന്നത് ഇലക്ഷൻ നടന്ന ദിവസം. അപ്പോൾ ബോംബ് ഉണ്ടാക്കുന്ന ചരിത്രം, ബോംബ് ഉണ്ടാക്കുന്ന പ്രവണത ഈ മേഖലയിൽ നാദാപുരം, വടകര, കൂത്തുപറമ്പ് മേഖലകളിൽ ആരൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അതിന് സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്, പോലീസാണ് അത് നിർത്തേണ്ടത്. അതെ, വിവാദ പ്രസംഗം ആരും അംഗീകരിക്കുന്നില്ല, ആരും അതിനെ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം തന്നെ തെറ്റ് തിരുത്തിയിട്ടുണ്ട്, മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നടന്നോട്ടെ, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഈ ആളുകളെ കൊല്ലാൻ പോലും ബോംബെറിയലും പറയുമ്പോൾ ഒരു പ്രസംഗം എടുത്തിട്ട് അത് മാറ്റിമറിക്കാനൊന്നും നടക്കില്ല. ഇത് ഗൗരവതരമായ പ്രശ്നമാണ്. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വിവാദ പ്രചാരവേലകളും അതിൻ്റെ ഗൗരവം ഒരു കാരണം കൊണ്ട് ഇതുകൊണ്ടൊന്നും കുറച്ച് കാണിക്കാൻ കഴിയില്ല. ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഈ സർവകക്ഷി യോഗം വിളിക്കേണ്ട ആവശ്യം വടകരയിൽ ഇല്ല എന്നാണ് അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പി മോഹനെ വിളിച്ച് സർവകക്ഷി യോഗം വിളിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ള ആവശ്യപ്പെടുകയാണ്. അതേസമയത്ത് നിങ്ങൾ CPM-നെ ഇതേ സാഹചര്യത്തിൽ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അല്ല, സർവകക്ഷി യോഗം വിളിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞൂടെ? അത് പറയണമല്ലോ, അത് ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കണമല്ലോ. സർവകക്ഷി യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഭരണാധികാരികൾ വരും, മന്ത്രിമാർ വരും. അവരോട് ഞങ്ങൾക്ക് ഇതൊക്കെ പറയണ്ടേ? ഇതില്ലാതാക്കണ്ടേ? ഇപ്പോൾ റിസൾട്ട് വരുന്ന ദിവസവും വടകര മണ്ഡലം ഒരു കുഴൽക്കളമായി മാറാൻ പാടില്ലല്ലോ. ഉണ്ടാക്കി വെച്ച ബോംബുകൾ അത് പ്രയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതല്ലോ. അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസം എടുക്കാതെയാണ് പി മോഹനുമായി ആശയവിനിമയം നടത്തുന്നത്. ഇത് പി മോഹൻ തന്നെ കൃത്യമായി പറയുകയും ചെയ്തു. കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ലീഗിന്റെ B ടീമാണ് എന്നുള്ളത്. അത്തരത്തിൽ ആക്ഷേപം ഈ ഘട്ടത്തിൽ ശരിയാണ്. ഇല്ല, അതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർ അവർക്കിഷ്ടമുള്ളതൊക്കെ പറയും. അതിനൊന്നും ന്യായീകരിക്കാനോ അതിനൊന്നും മറുപടി പറയാനോ ഞാനാളല്ല. രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു അത് വാക്കുപിഴയാണെന്ന് അവരെ പാർട്ടി പറഞ്ഞു. അത് പറഞ്ഞ ആൾ തന്നെ അത് പിൻവലിച്ചു, അതിൽ മാപ്പ് ചോദിച്ചു, തെറ്റാണെന്ന് സമ്മതിച്ചു. അവരെ പാർട്ടി ലീഡർ രമ MLA തള്ളിപ്പറഞ്ഞു, UDF തള്ളിപ്പറഞ്ഞു, എല്ലാവരും തള്ളിപ്പറഞ്ഞു. പിന്നെ അതിൻ്റെ പിറകിൽ ഇങ്ങനെ കൂടിയിട്ട് എന്താ കാര്യം? അല്ല, അത് നമ്മൾ പിന്നെ അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ. നമ്മൾ പൊളിറ്റിക്സ് അല്ലേ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ എന്താ ആരോപണം. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നത്, ഞാൻ പഠിച്ചിട്ട് പറയാം. നിങ്ങൾ വിശദീകരിച്ചാൽ അത് പറയാൻ പറ്റുമല്ലോ എനിക്ക്. അല്ല, എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇല്ല.